ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ നമ്മുടെ അതായത് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ചാനലിൽ. ഇത് എൻ്റെ സെക്കൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഒരു വിഷു എഡിഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫേസിൽ പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു സൺസ്ക്രീം ഇടുന്നുണ്ട്, ഒരു ഡെർമാ ടച്ചിൻ്റെ ഒരു സൺസ്ക്രീം. അത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തേക്കുന്നുണ്ട്, ഒരു സ്പോട്ടൊക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഒരു കൺമഷി വിട്ട് നമുക്കൊരു കളിയില്ല. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് എപ്പോഴും കൺമഷി വേണം. വീട്ടിലിരിക്കുകയാണെങ്കിലും ഞാനത് കൺമഷി ഇടാറുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റിക്കിൻ്റെ കൺമഷിയാണ് ഞാൻ എപ്പോഴും വാങ്ങാറ്. ഇതേപോലത്തെ സ്റ്റിക്കിൻ്റെ കൺമഷിയും സ്റ്റിക്കിൻ്റെ സിന്ദൂരമാണ് എപ്പോഴും വാങ്ങാറ്. അപ്പോൾ അങ്ങനെ കൺമഷി ഇങ്ങനെ ഇടും. താഴെ ഇടണ പോലെ തന്നെ ഞാനിങ്ങനെ മേലെ കൂടി ഒരു റൗണ്ടും കൂടി കൊടുക്കണം. മേലെയും കൂടി ഞാൻ ഇടാറുണ്ട്. എത്ര പേര് അങ്ങനെ ഇടും എന്നെനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം കൺമഷി സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐലൈനറും കൂടി ഇടാറുണ്ട്. അതായത് താഴെ കൺമഷി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ തന്നെ ഐലൈനറും കൂടി ഇടും. മേലെയും ഇടും, അതിൻ്റെ മേലെ ഇടും, മീൻസ് കൺമഷിയുടെ മേലെ കൂടി ഇടും. അതേപോലെ തന്നെ ഞാൻ മേലെ ഏറ്റവും മേലെയും ഞാൻ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും മേലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. താഴെ മാത്രം ജസ്റ്റ് കട്ടിക്ക് ഞാൻ ഇടുക ചെയ്തു കേട്ടോ. ഇന്ന് മേലെയൊന്നും ഇടാനൊന്നുമില്ല. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ തലയെല്ലാം നല്ല രീതിക്ക് തോർത്തിയിട്ട് നെക്സ്റ്റ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സെറ്റാക്കുന്നതാണ്. എൻ്റെ വളരെ കുഞ്ഞ് ഹെയറാണ്, അതുകൊണ്ട് അതിൽ വലിയ കലാപരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു നടുവ് നേരെടുക്കും, കുളിപ്പിനിൽ പിന്നും, അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ വേറെ പ്രത്യേകിച്ച് അതിൽ കലാപരിപാടികൾ ചെയ്യാനൊന്നുമില്ല. പൊതുവേ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നടുനേരെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് നേരെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് കുളിപ്പിനിൽ ഇടാറാണ് പതിവ്. ചീർപ്പ് ഞാൻ അധികം ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നനവുള്ള ടൈമിൽ ചീർപ്പ് അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. അല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഹെയർ ഇരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ കുറച്ച് മുടി എടുത്തിട്ട് ബാഗിൽ കെട്ടും, അല്ലാന്നുണ്ടെങ്കിൽ മേലെ എല്ലാം കൂടി ചേർത്തിട്ട് കെട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ, ഇതാണ് കേട്ടോ. കുളിച്ച് പിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടും. അതുപോലെ തന്നെ ഞാൻ മേലെ കൂടെ ഇങ്ങനെ ഇഴ എടുക്കില്ല കേട്ടോ. ഞാൻ അടിയിൽ കൂടെയാണ്, അതായത് ഏറ്റവും അടിയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ഇഴ എടുക്കാറാണ് പതിവ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഴ എടുത്തിട്ട് പിന്നണത്. അങ്ങനെ മുടിയെല്ലാം സെറ്റാക്കിയിട്ട് അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം സിന്ദൂരം ഇടും. ഇത് സിന്ദൂരം ഞാൻ ഇതുപോലെ കൺമഷി വാങ്ങണ പോലെ തന്നെ സ്റ്റിക്കാണ് വാങ്ങാറ്. രണ്ടും വാങ്ങുമ്പോൾ ഒരേപോലെ തന്നെ വാങ്ങാറാണ് പതിവ്. അതിനുശേഷം പിന്നെ ഒരു ജുമക്ക ഇടും. പൊതുവേ എൻ്റെ കയ്യിൽ കളക്ഷൻസ് കൂടുതലുള്ളത് ജുംക്ക കളക്ഷൻസാണ് കേട്ടോ. നോർമലി സ്റ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കൂടെ എൻ്റെ കയ്യിൽ അതിനേക്കാളിലും കൂടുതലുള്ളത് ഇങ്ങനത്തെ ജുംക്ക ഐറ്റംസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനോടാണ്, താല്പര്യം അതിനോടാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ജുംക്കയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ താലിമാലയാണ്. ഞാൻ കുളിക്കുന്ന ടൈമിൽ താലിമാല എപ്പോഴും അയച്ചു വയ്ക്കാറുണ്ട്. കാരണം എനിക്ക് കുളിക്കുന്ന സമയത്ത് അതിട്ടിട്ട് ഒരു പേടി, അത് പൊട്ടു അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അയച്ചു വെച്ചിട്ടാണ് കുളിക്കാറ്. അപ്പോൾ അതൊക്കെ ഇട്ടു. കുളിയെല്ലാം കഴിഞ്ഞ് വന്നൊക്കെ റെഡി ആയതിനു ശേഷം താലിമാല ഇട്ടു. അതിനുശേഷം പിന്നെ എന്തോന്ന് മിസ്സായാലും നോക്കിയപ്പോഴാണ് നമ്മുടെ പൊട്ടിടാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ പൊട്ടിട്ടു. പൊട്ട് ഒരു മെറൂൺ കളർ ബ്ലൗസിൻ്റെ മാച്ചായിട്ടുള്ള മെറൂൺ കളർ തന്നെയാണ് ഇടാറ്. ഞാൻ കളർ പൊട്ടാണ് വാങ്ങി വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് മാച്ചായിട്ട് ഇടാറാണ് പതിവ്. അങ്ങനെ പൊട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ രണ്ട് വള, ഒരു ഗോൾഡൻ കളർ ഷെയ്ഡുള്ള ഈ രണ്ട് വളയും രണ്ട് കയ്യിലും ഇട്ടു. അതിനുശേഷം നമ്മൾ സെറ്റായി. വേറെ ഒന്നും പ്രത്യേകം ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.